ഹായ് ഓൾ, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ആക്ച്വലി എൻ്റെ ഡ്രസ്സ് കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണും, ഞങ്ങൾ പുറത്ത് ഒരു നല്ല തണുപ്പുള്ളൊരു സ്ഥലത്തോട്ട് പോവാണ്. ശരിയാ, അതായത് ഞാനും നമിതയും ഇന്ന് ഗുദാരിയിൽ പോവുക. ഞാൻ ആക്ച്വലി ഒരു തവണ പോയിട്ടുള്ളതാണ്, അവളുടെ ഫസ്റ്റ് ടൈമാണ്. അപ്പം ആസ് യൂഷ്വൽ വിൻ്റർ ആയതുകൊണ്ട് ഒരു സ്നോ പെയ്യുന്ന ഒരു സ്ഥലത്തോട്ട് പോകാം എന്നിങ്ങനെ പ്ലാൻ ചെയ്തിരുന്നപ്പോഴത്തേക്കും ഞങ്ങൾ വിചാരിച്ചു എന്തുകൊണ്ട് ഗുദാരിയിൽ കൂടാം. അപ്പം ഞങ്ങൾ വീണ്ടും ഗുദാരിയിലേക്ക് പോവാണ്. സോ ഇപ്പം സമയം 8 മണി കഴിഞ്ഞു. ഞങ്ങൾക്കൊരു 5-10 മിനിറ്റിനകം ഇറങ്ങണം. സോ ഇനി പയ്യെ അങ്ങോട്ട് പോകുമ്പം ഉള്ള വിശേഷങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാം. ഓക്കെ. അങ്ങനെ രാവിലെ സൂര്യന് പകരം ചന്ദ്രനെ കണ്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ചെറിയ തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. ഞാനും നമിത ഇപ്പം ബസ്സിൻ്റെ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. ഏറെക്കുറെ 5 മിനിറ്റിനൊക്കെ ഞങ്ങൾ എത്തും. ഞങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് വഴി തെറ്റിപ്പോയി. ഇപ്പം ഞങ്ങളിപ്പം വാനിൽ കയറിയിരുന്നു. ഇപ്പം സമയം 9:20 കഴിഞ്ഞു. 9:30 ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുമെന്ന്. ഓക്കെ, അപ്പം ഇത് സ്റ്റാർട്ട് ചെയ്യാനായി. ഞാൻ നമ്മളെ കാണിച്ചു തരാം. ഓക്കെ, ഇനി ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും വഴിയിൽ എന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പം ഞങ്ങൾ ആദ്യത്തെ സ്പോട്ടായ സിൻ വാലി റിസർവിയറിലായിരുന്നു. കൊള്ളാം, കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഷോപ്സ് ഉണ്ട്. ജോർജിയൻ സോവനിയേഴ്സും ജാക്കറ്റും ഒക്കെ കിട്ടുന്ന ഷോപ്സ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഇവിടുന്ന് നോക്കിയുള്ള വ്യൂ കാണണോ? 1, 2, 3. നമ്മൾ പോകുന്നത് 16th സെഞ്ച്വറിയിൽ നിർമ്മിച്ച ഒരു കാസൽ കാണാനാണ്. അരാഗ്വേ റിവേഴ്സിൻ്റെ തൊട്ട് സൈഡിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഫോർട്രസ് പഴയ ജോർജിയൻ റൂളേഴ്സിൻ്റെ റെസിഡൻസ് കൂടിയായിരുന്നു. അനനൂരി ഫോർട്രസ്. ഇന്ന് ശാന്തമായി നിൽക്കുന്ന ഈ ഫോർട്രസ് ഒരിക്കൽ ശക്തമായ പൊളിറ്റിക്കൽ ബാറ്റിൽസിന് കേന്ദ്രമായിരുന്നു. ഇവിടെ ഞാൻ കുറേ കുതിരകളെ കണ്ടു. ആൻഡ് കുറേ പേര് അതിൽ സവാരി ചെയ്യുന്നുണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ അകത്തുള്ള വിശേഷങ്ങൾ കണ്ടാലോ?
ഇതിൻ്റെ മുകളിൽ കയറി ഈ ഒരു കാഴ്ച കാണാൻ എന്താ ഭംഗി. ബാക്ക് ഡ്രോപ്പിൽ ആരോ വരച്ചതുപോലെ ആ മൗണ്ടൻസും. ഇത് പഴയ കാലത്ത് റൂളേഴ്സ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആർമറായിരുന്നു. ഇപ്പം ഞങ്ങൾ അലനൂരി ഫോർട്രസ്സിലാണ്. ഇവിടെ ഇപ്പം ഒരു 15-20 മിനിറ്റ് നമുക്ക് നിൽക്കാമെന്ന് പറഞ്ഞു. കഴിഞ്ഞു. ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ പോകുക. ഇനി ഒരു ഇൻട്രസ്റ്റിംഗ് കാഴ്ച കണ്ടാലോ. 2 റിവേഴ്സ്, ഒന്ന് വൈറ്റ് അരാഗ്വി പിന്നെ ഒന്ന് ബ്ലാക്ക് അരാഗ്വി. രണ്ടും 2 ഡിഫറെൻറ്റ് മൗണ്ടൻസിൽ നിന്ന് ഫ്ലോ ചെയ്ത് പസനൂരി എന്ന് പറഞ്ഞൊരു സ്ഥലത്തിൻ്റെ അടുത്ത് വന്ന് മീറ്റ് ചെയ്യും. എന്നിട്ട് ഒന്നായിട്ട് ഒഴുകും. ഇതിലിപ്പോൾ എന്താ ഇത്ര ഇൻട്രസ്റ്റിംഗ് എന്നാണോ ചിന്തിക്കുന്നത്? എന്നാൽ ഈ ഒന്നായിട്ട് ഒഴുകുന്ന 2 റിവേഴ്സും ഒരിക്കലും മിക്സ് ആകത്തില്ല. നമുക്കിവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ 2 റിവേഴ്സും ഡിഫറെൻ്റ് ആയിട്ട് കാണാൻ പറ്റും. സോ അങ്ങനെ ഞങ്ങൾ ഫൈനലി ഗുദാരിയിലെത്തി. ആക്ച്വലി നിങ്ങൾക്ക് കാണുമ്പം നല്ലപോലെ തണുപ്പ് തോന്നുന്നുണ്ടോ? ഫുള്ള് സ്നോയാണ്. പക്ഷേ അത്രയും തണുപ്പ് എനിക്ക് തോന്നുന്നില്ല, കാരണം നല്ല വെയിലുണ്ട് ഇവിടെ. സമയം എനിക്ക് തോന്നുന്നു 2:15 എന്തോ ആയി. നല്ല വെയിലുണ്ട്, അതുകൊണ്ട് അത്യാവശ്യം ഇച്ചിരി തണുപ്പേ ഉള്ളൂ, വലിയ തണുപ്പില്ല. ഫുള്ള് സ്നോയാണ്, എവിടെ നോക്കിയാലും സ്നോ. ഇവിടെ പിന്നെ ചെയ്യാൻ ഒത്തിരി സ്നോ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇവിടെ നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ സ്കീയിങ് ചെയ്ത മാർക്സ് ഒക്കെ കാണാം. ഒരു കൗതുകത്തിൻ്റെ പേരിൽ സ്നോയിൻ്റെ മേളിൽ ഞാൻ എൻ്റെ പേരും കൂടെ എഴുതി. ഹലോ. സോ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാനിങ്ങനെയാ ആ സ്നോ ടോപ്പിൽ നിന്ന് പെട്ടെന്ന് വീട്ടിലേക്ക് എത്തിയെന്ന്. സോ ബേസിക്കലി ഞങ്ങൾ അവിടെ ഒരു 4 മണി വരെയൊക്കെ നിന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇച്ചിരി തണുക്കാൻ തുടങ്ങി. അപ്പം കുറേ പേര് ബസ്സിൽ പോയിരുന്നു. അങ്ങനെ ഞാനും നമിതയും ബസ്സിൽ പോയിരുന്നു. ആൻഡ് അവിടെ നിന്ന് ഒരു 4:30 ആകുമ്പം ഇറങ്ങേണ്ടതായിരുന്നു. പക്ഷേ കുറേ ആൾക്കാർ ആ സ്നോ ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ള സ്ഥലത്ത് സ്കൈയിങ് ഒക്കെ ചെയ്യാനായിട്ട് കയറിയിരുന്നു. അപ്പോൾ അവർ വരാനായിട്ട് വൈകിയത് കൊണ്ട് ഞങ്ങൾക്ക് ആ ഒരു 4:30 സമയത്ത് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റിയില്ല. ആൻഡ് ഒരു 6 മണിയൊക്കെ ആയപ്പോഴാണ് ഇറങ്ങിയത്. അപ്പോഴത്തേക്ക് നന്നായിട്ട് ഇരുട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടുന്ന് ഡയറക്റ്റായിട്ട് വീട്ടിലേക്കാണ് വന്നത്. അപ്പം ഇതിൻ്റെ ഇടയിലൊന്നും കാണിക്കാനില്ല, മാത്രമല്ല ഇരുട്ടുകയും ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു വീട്ടിൽ വന്നിട്ട് സമാധാനത്തോടെ ഒരു വൈൻഡപ്പ് വീഡിയോ എടുക്കാമെന്ന്. അപ്പം ഈ വീഡിയോ നമുക്കിവിടെ അവസാനിപ്പിക്കാം. എന്താ ഗുദാരി ആൽബം കാണിക്കാം. ഓക്കെ, അപ്പം ഈ ഗുദാരി ആൽബം കൂടെ കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. Till the next video we meet, take care and bye-bye.